നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞപ്പോ തൊട്ട് കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ടും ഡിഗ്രി ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കുട്ടികൾ നമുക്കുണ്ട്. അവര് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, പരീക്ഷ കഴിഞ്ഞപ്പം ഞങ്ങൾ ഇനി SIക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, LSGSന് വേണ്ടിയിട്ട് നോക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ LSGS ഒക്കെ ഏകദേശം എല്ലാവരും വിട്ട മട്ടാണ്, മിക്കവരും കൈവിട്ടു. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങള് കുറച്ച് കട്ട് ഓഫ് സഹിതം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്റെ രീതിയിൽ വെച്ചിട്ടാണ്. കുറച്ച് നോക്കിയതിന് ശേഷം ഞാനങ്ങ് പറയുകയാണ്. ഇതൊരിക്കലും ഒഫീഷ്യൽ ആയിട്ടുള്ള PSCയുടെ അല്ലെങ്കിൽ ഇത്രയും കട്ട് ഓഫ് വരുത്തുള്ളെന്നോ ഒന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. ദയവ് ചെയ്ത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ദയവ് ചെയ്ത് ഇത് ആ രീതിയിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ എന്റെ ഒരു നിഗമനമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യം നമുക്ക് SIയുടെ ഈ എടുത്തു വെച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ SIയുടെ ഓപ്പൺ മാർക്ക് ട്രെയിനിങ് സബ് ഇൻസ്പെക്ടർ പോലീസ് ഓഫ് ട്രെയിനിയുടെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം വന്നിരിക്കുന്നത് 43 ആയിരുന്നു. ഓക്കെ, 43.33 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ എക്സാമിന്റെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ആംഡ് ബറ്റാലിയൻ അതിന്റെതും ഏകദേശം ഒരു 36-37 റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. 1739 പേരോളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ മുൻനിർത്തി നമ്മൾ പറയുമ്പോ ഈ വർഷത്തെ കാര്യം കൂടെ പറയണമല്ലോ. 3 സ്റ്റേജ് ആയിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം നടത്തിയത് പ്രിലിംസിന്റെ. അതിനകത്ത് തേർഡ് സ്റ്റേജിന്റെ ആൻസർ കീ ആണ്, ഫൈനൽ ആൻസർ കീ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏകദേശം 16 ക്വസ്റ്റ്യൻസോളമായിരുന്നു ഡിലീറ്റ് ആയി പോയിരിക്കുന്നത്. അപ്പൊ ഡിലീറ്റ് ആയി പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം 50 മാർക്ക് കിട്ടിയവരാണെങ്കിൽ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് ഫൈനൽ ആൻസർ കീ വന്നപ്പോ ഏകദേശം 5 ക്വസ്റ്റ്യൻസിനോളം മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലും തേർഡ് ഫേസുകാര് പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോർമലൈസേഷൻ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. അപ്പൊ ഈ നോർമലൈസേഷനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാമെന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചു കാണും. അപ്പൊ ഡിഗ്രി ലെവലിൽ നോർമലൈസേഷൻ പ്രതീക്ഷിച്ചിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷ നമ്മളവിടെ കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, LSGS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുറന്നു പറയുകയാണെങ്കിൽ നല്ല ഒരു തസ്തികയാണ്. ഇത് എല്ലാവർക്കും, അതായത് കുറഞ്ഞ ഒരു കട്ട് ഓഫിനകത്ത് നമുക്കിത് കയറാൻ സാധിക്കത്തില്ല. എന്തായാലും ഒരു 50 മാർക്കിന് മുകളിലോട്ട് നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എന്റെ ഒരു നിഗമനമാണ്. ഒരിക്കലും ഇതിനെ നിങ്ങൾ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ എടുക്കരുത്. 50ന് മുകളിലോട്ട് ഉള്ളവർക്ക് മിക്കവാറും LSGSന്റെ പ്രിലിംസ് കടക്കാൻ സാധ്യത കാണും. അപ്പൊ അത് കടക്കാൻ പോകുന്നതും UPSC പോലെയുള്ള പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് പഠിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ പലരും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു 60 അബോവ് സ്കോർ ചെയ്തവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറച്ചേറെ പേര്. 63-64 മാർക്കൊക്കെ വാങ്ങിച്ചവരുണ്ട്. അപ്പൊ ഓരോ ഫേസിലും കട്ട് ഓഫ് വ്യത്യാസം വരാം. തേർഡ് ഫേസിന് ഞങ്ങൾക്ക് കിട്ടുമോ കുറച്ച് ആനുകൂല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും അറിയില്ല. പിന്നെ ഇതിന്റെ വേക്കൻസി എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ ഒരു പ്രശ്നമാണ്. എങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 50 മാർക്കിന് മുകളിലോട്ട് സ്കോർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ LSGSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി SIയുടെ കട്ട് ഓഫിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സബ് ഇൻസ്പെക്ടർ ട്രെയിനിക്ക് ഏകദേശം ഒരു 41, 42, 43 ഒരു 40ന് മുകളിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക. കാരണം നമുക്ക് പിന്നീട് സമയം കിട്ടിയില്ല. സെപ്റ്റംബർ 26-നാണ് എക്സാം. പിന്നെ നമുക്ക് സമയം കിട്ടിയില്ലെന്ന് വരും. ഒരു 45 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സങ്കടമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഒരു 40 മാർക്കിന് മുകളിലോട്ടുള്ളവർ ഉറപ്പായിട്ടും നോക്കുക. ഒരു 35+ വരുന്നവര് ഒന്ന് വായിച്ചു തുടങ്ങാം കേട്ടോ. 35ന് മുകളിലോട്ട് നോക്കാം, 40ന് മുകളിലോട്ട് ഉറപ്പായിട്ട് നോക്കാം. 41-42 റേഞ്ച്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ആംഡ് ബറ്റാലിയൻ ആണെങ്കിലും 35-36 മാർക്കിന് മുകളിലോട്ടുള്ളവര് ഉടൻ തന്നെ പഠിച്ചു തുടങ്ങാം. ഇത് ഞാൻ പറഞ്ഞു, ഇനി 2 മാസം പോലും നമുക്ക് തികച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് അതുവരെ കാത്തിരിക്കാതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. LSGS ഒക്കെ ഒരുവിധം കൈവിട്ട മട്ടാണ് ഈ പറഞ്ഞതുപോലെ. പക്ഷെ പ്രിലിംസ് കടന്നു കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കൊരു നഷ്ടമായി പോയല്ലോ, പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നാതിരിക്കാൻ ഒരു 50+ ഉള്ളവരൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങാം. പ്രത്യേകിച്ച് ഈ സെക്കൻഡ് പേപ്പർ ഒന്ന് വായിച്ചു തുടങ്ങാം. അപ്പം എന്റെ ഒരു നിഗമനമാണ് ഞാൻ പറഞ്ഞത്. അത് ഒഫീഷ്യൽ അല്ല. ദയവ് ചെയ്ത് അതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു വരാതിരിക്കുക. ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.